എല്ലാവർക്കും ഡിവൈൻ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ കറൻറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് എ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്നാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. സോ അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, ബട്ട് കണക്ഷൻ ഉണ്ടാവാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. ആൻഡ് പിക്കപ്പ് ആയിലായിരിക്കും. ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ 2 പൈൽ കാണാം. ആൻഡ് ടൈംലെസ് മെസ്സേജ് ആയിരിക്കും. റെസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെസനേറ്റ് ആവുന്ന ഒരു പൈൽ ചൂസ് ചെയ്യാം. ആൻഡ് നമുക്ക് പൈൽ വെച്ചിട്ട് കാണാം. ഹലോ പൈൽ നമ്പർ 1, നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ കറൻറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എന്താണ് കറൻറ്റ് തോട്ട്സ് ആൻഡ് ദെയർ ഫീലിങ്സ്. Pile number 1, current thoughts and feelings of your person. First of all, pile number 1, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു ടഫ് സിറ്റുവേഷൻ കൂടെ ഗോ ത്രൂ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അവരെന്തോ ഒരു കാര്യത്തിൽ ഭയങ്കര എക്സോസ്റ്റഡ് ഫീലിംഗ് ആണ്. ആൻഡ് അത് കാരണമാണ് മേ ബി സെപ്പറേഷൻ, അല്ലെങ്കിൽ അവർക്കിപ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. ഹൂവർ യു ആർ ഡീലിംഗ് വിത്ത്, അവർ ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളില്ലാണ്ട് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അവർ. ആൻഡ് ഇറ്റ് ഈസ് എ ട്രൂത്ത്. നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫ് ഭയങ്കരധികം ഒരു ഡാർക്ക്നെസ് ഫേസാണ്. ബിക്കോസ് അവരുടെ ലൈഫിൽ അവരെന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കായി കിടക്കുന്ന പോലെ ഉണ്ട്. ലൈക്ക് കംപ്ലീറ്റ്ലി അവരൊരു പോയിൻറ്റ്ലെസ് എന്തോ ഒരു കാര്യത്തിൽ വളരെയധികം അവർ എഫേർട്ട് ഇടുന്നുണ്ട്. ആൻഡ് വളരെയധികം എന്താ പറയുക, എക്സോസ്റ്റഡ് ഫീലിംഗ് ആണ്, കഴിഞ്ഞു എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. ബട്ട് അവർക്കറിയാം നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ഒരു ബ്യൂട്ടിഫുൾ എനർജി ആയിട്ട് അവർ കാണുന്നുണ്ട്. ആൻഡ് അവർക്കറിയാം അവർ ട്രീറ്റ് ചെയ്യുന്ന വേ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവർക്ക് നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല. ആൻഡ് അവർക്ക് എന്തൊക്കെയോ സത്യങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ കുറേ കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് അവരുടെ ലൈഫിനെ കുറിച്ച്. ആൻഡ് ഡെഫിനറ്റ്ലി ദേ ഫീൽ വെരി ഡാർക്ക് വിത്തൗട്ട് യു ആൻഡ് ദേ നീഡ് ടു വർക്ക് ഓൺ ദെംസെൽസ്. ആൻഡ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഗൈഡൻസ് പറയുന്നത് ദർ നീഡ്സ് ഒരു പേഷ്യൻസ്. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കുറച്ച് പേഷ്യൻസ് വേണം. ആൻഡ് അവരവരുടെ ഫീലിങ്സ് കൂടുതലും കൺട്രോൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം. അവർ കൂടുതലും അവരുടെ റിയാക്ഷൻസ്, അവരുടെ ഫീലിങ്സൊക്കെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ അധികം ലൈഫ് എൻജോയ് ചെയ്യണ്ടോയെന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഓവറായിട്ട് അവർ ഇൻഡൾജ് ചെയ്യുന്നില്ല അവരുടെ ലൈഫിൽ. അവരൊരു സ്റ്റഡി അപ്രോച്ച് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദേ ആർ എന്തോ ഒരു കാര്യത്തിലാണ് അവർ വളരെയധികം ഹേർട്ടാണ്, അവരുടേതായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് അവരത് ട്രൈ ചെയ്യുന്നുണ്ട്, അവരതിനെ അത് എഫേർട്ട് ഇടുന്നുണ്ട്. ദേ ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് റൈറ്റ്. ബട്ട് അവർക്ക് ആ ഒരു കാര്യമായതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ആൻഡ് current feelings of person. അവർക്ക് നിങ്ങളുടെ ലവ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കും അവർ നിങ്ങളെ വിട്ടിട്ട് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ബിക്കോസ് അവർ വരുന്നത് യു ആർ ടു നൈസ്, നിങ്ങൾ വളരെയധികം കൈൻഡാണ്, നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ വളരെയധികം ഒരു ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. എന്നാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾ കാണുന്ന ഫെമിനിൻ എനർജി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലും ഫെമിനിൻ എനർജി ആയിട്ട് കാണുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റൈറ്റ് ആണ്. നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആണ്. ആൻഡ് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. ആൻഡ് അത് റൈറ്റ് തന്നെയാണ്. ഈവൺ പുറമേ നിങ്ങൾക്കത് തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റൈറ്റ് ആണ്. ആൻഡ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യമാണ്. നിങ്ങൾ വളരെയധികം ഒരു നല്ലൊരാളാണ്, നിങ്ങൾ വളരെയധികം കുറേ കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല, അവർ നിങ്ങളുടെ കൈൻഡ്നെസ് അവർ ഡിസേർവ് ചെയ്യുന്നില്ല, അവർക്ക് ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയാൽ മതിയായിരുന്നു. പക്ഷേ അവർ ലോസ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് പോലെയാണ്, അവർക്ക് വിട്ടുകൊടുക്കാനും പറ്റുന്നില്ല. അവരിതെല്ലാം കഴിഞ്ഞോ എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അവർക്ക് ചില സമയത്ത് നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ മാത്രമേ അവരെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അവർക്കിപ്പോൾ കറൻ്റ്ലി അവരുടെ ലൈഫിൽ ലോസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അവരെന്താണെന്നുള്ളൊരു അവർ സ്വയം അവരെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിൽ കൂടെ പോകുന്നത് കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പക്ഷേ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് അവരെന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കായി കിടക്കുകയാണ്. അതുകൊണ്ട് അവർ ലോസ്റ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. ആൻഡ്
ദേ ഡെഫിനറ്റ്ലി മിസ് യു. ദേ ഡെഫിനറ്റ്ലി ഫീൽ നിങ്ങൾ ഭയങ്കരധികം ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇപ്പോഴത്തെ അവരുടെ കറണ്ട് ഫീലിങ്സ്. ആൻഡ് നമുക്കതിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. വാട്ട് ഷുഡ് പൈൽ നമ്പർ 1 എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ചെയ്യേണ്ടത്? പൈൽ നമ്പർ 1, ഈ റിലേഷൻഷിപ്പിൽ പൈൽ നമ്പർ 1 എന്താണ് ചെയ്യേണ്ടത്? പൈൽ നമ്പർ 1. ഇവിടെ നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നീഡ്സ് എന്താണോ അത് വളരെയധികം ക്ലിയർ ആക്കുക. എന്താണോ നിങ്ങളുടെ നീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചുറ്റിലും കുറേ അധികം ഇല്യൂഷൻസ് നിറഞ്ഞിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. മേ ബി കരിയർ ആണെന്നുണ്ടെങ്കിൽ മെനി ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവ് ആണെന്നുണ്ടെങ്കിൽ കുറേ നിങ്ങളുടെ ചുറ്റിലും കുറേ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈസായിട്ട് ചൂസ് ചെയ്യാം. ലൈക്ക് കുറേ ഇല്യൂഷൻസിൽ വേണ്ടി സെറ്റിൽ ചെയ്യരുത്. ഇപ്പോൾ ഇതാണ് നിങ്ങൾ തോട്ട്സ് നിങ്ങൾ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടാവും. ഭയങ്കരധികം കുറേ നെഗറ്റിവിറ്റി കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം നെഗറ്റീവ് തോട്ട്സിലാണ്. ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചൂസ് ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് ഇവരുടെ ഇമോഷൻസ് കാരണം നിങ്ങൾക്കുള്ളിൽ ഭയങ്കരധികം നെഗറ്റിവിറ്റി, ഇല്യൂഷൻസ്, ഇല്ലാത്ത ചിന്തകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. പക്ഷേ വൈസായിട്ട് ചൂസ് ചെയ്യുക. ബിക്കോസ് ആ ചിന്തകൾ നിങ്ങൾക്ക് വളരെയധികം ദോഷം വരുത്തരുത്. ബിക്കോസ് നിങ്ങളുടെ ചിന്തകൾ തന്നെ നിങ്ങൾക്കത് വളരെയധികം ബാഡാക്കും. ബട്ട് എന്തൊക്കെ ചിന്ത വന്നാലും നിങ്ങൾക്കതിന് മാറ്റാനുള്ളൊരു പവർ വേണം. ബിക്കോസ് ബിവെയർ ഓഫ് ഇല്യൂഷൻസ്. അതാണ് നിങ്ങൾക്ക് കുറേ എന്താ പറയുക, നിങ്ങൾക്ക് എന്താണ് ശരിക്കും വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നീഡ് എന്താണെന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. ആൻഡ് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക. അത് എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ കറൻ്റ്ലി ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ നീഡ് എന്താണ്, നിങ്ങൾ എന്താണ് ട്രൂലി ഡിസയർ ചെയ്യുന്നത് എന്നാണ്. ഇപ്പം നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങൾക്കൊരു ഇല്യൂഷൻ പോലെ തോന്നിയിരിക്കുക. എല്ലാം നിങ്ങൾ വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. അല്ലെങ്കിൽ പല രീതിക്കും തോന്നിയാണെങ്കിൽ അതിലേത് എടുക്കണം ഏത് എടുക്കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെടുക്കണം ഏതെടുക്കണ്ട നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ചിലത് ഇങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കാണ്ട് നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുക, വൈസായിട്ട് ചൂസ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളിലേക്കുള്ള കറക്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നോക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ നിന്നൊരു പോസിറ്റീവ് ഔട്ട്കം തന്നെ ഉണ്ടാവും. നിങ്ങൾ വൈസായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം, അതിലൊരു സക്സസ്, അതിലൊരു വിക്ടറി എന്തായാലും ഉണ്ടായിരിക്കും. അത് ലവിലാണ്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും വൈസായിട്ടൊരു ഡിസിഷൻ എടുക്കുക, വൈസായിട്ടൊരു ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്ന് നിങ്ങൾ ക്ലിയർ ആകുക. ആൻഡ് ഡെഫിനറ്റ്ലി അതുകൊണ്ടൊരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങൾക്കുണ്ടായിരിക്കും. ഒരു ഡിസിഷൻ എടുക്കാൻ പെട്ടെന്ന് റഷ് ചെയ്യാണ്ടിരിക്കുക. ഒന്ന് സമാധാനമായിട്ട് ആലോചിച്ച് എന്താ നിങ്ങൾക്കിപ്പോൾ സേഫ്റ്റി തോന്നുന്നത്, എന്താണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്നതെന്ന് കേട്ടിട്ട് അത് ചെയ്യുക. ആൻഡ് ഡെഫിനറ്റ്ലി അതുകൊണ്ടൊരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ഡെഫിനറ്റ്ലി അതൊരു വളരെയധികം ഒരു സക്സസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരും. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ പൈൽ നമ്പർ 1 റീഡിങ്. സോ നിങ്ങൾക്ക് ഷോർട്ട് റീഡിങ്സ് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു ലോങ് റീഡിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. ആൻഡ് റെസനേറ്റ് ആവുകയാണെങ്കിൽ എന്തായാലും പറയാം. ഓക്കെ, പേഴ്സണൽ സെഷൻസ്, പേഴ്സണൽ ഗൈഡൻസിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ടേക്ക് കെയർ. ഹലോ പൈൽ നമ്പർ 2, നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണ് നമുക്ക് നോക്കാം. കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഫോർ പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2, നിങ്ങളുടെ പേഴ്സൺ ആരായെന്നുണ്ടെങ്കിലും അവർ കറൻ്റ്ലി ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ്. എന്തെങ്കിലും കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡാണ്. either നിങ്ങളല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം, അത് കരിയർ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, എന്തെങ്കിലും വേറെ സിറ്റുവേഷൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള കൂടുതലും അല്ലെങ്കിൽ കരിയറായിട്ടെങ്കിൽ കാണുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിൽ അവർ വളരെയധികം അവരെ പ്രയോറിറ്റൈസ് ചെയ്ത് ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ ലൈഫിൽ. ഇത് വേണോ അത് വേണോ എന്നുള്ള രീതിക്ക്. ആൻഡ് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ വർക്കൗട്ട് ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഇതിലൊരു ന്യൂ ബിഗിനിങ്സ് വരണം എന്ന് അവർക്ക് ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആണ്. കറൻ്റ്ലി വളരെയധികം അവർ കൺഫ്യൂസ്ഡ് ആണ്. എന്നാൽ മേ ബി അവരുടെ ആക്ഷൻസ് ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് തോന്നിയിരിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ഒരു ചെറിയൊരു ഇമ്മച്യൂരിറ്റി കാണുന്നുണ്ട് ആ റിലേഷൻഷിപ്പിൽ. അവർക്ക് ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് അത്ര അവർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് കാണുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി അവർക്കിത് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇതിലൊരു ന്യൂ ബിഗിനിങ്സ് കാണുന്നുണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങളോടുള്ളൊരു നിങ്ങളെ വളരെയധികം ഒരു പോസിറ്റീവ് വ്യക്തിത്വമായിട്ടാണ് അവർ കാണുന്നത്. വളരെയധികം ഒരു ബ്രൈറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്.
എന്നാൽ അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് അവരുടെ ലൈഫിൽ. മേ ബി കരിയർ റിലേറ്റഡ് എന്തെങ്കിലും ആയിരിക്കാം, വേറെ എന്തെങ്കിലും റിലേറ്റഡ് കാര്യത്തിൽ കുറച്ച് കൺഫ്യൂസ് സ്റ്റേജിലായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ 10-10 കാണുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ നമ്പർ 11 ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, 0 ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, 9 ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, 10-10 അല്ലെങ്കിൽ 10 ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. എക്സ്ട്രാ കൺഫർമേഷൻ. സോ അവർ കറൻ്റ്ലി അവർക്ക് ഇപ്പോൾ മേ ബി അവർക്ക് ഇപ്പോൾ എഫേർട്ട് ഇടാൻ ഒരു ബുദ്ധിമുട്ട്. അവർ എഫേർട്ട് ഇടണ്ടയോ, ഇത്ര ഇട്ടില്ലേ, അങ്ങനെ അല്ലെങ്കിൽ അവരെന്തോ ഒരു കാര്യത്തിൽ കുറച്ചൊരു സ്റ്റക്കായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേജാണ്. ബട്ട് അവർ ഡെഫിനറ്റ്ലി അത് ബിൽഡപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് നിങ്ങൾ വളരെയധികം ഒരു കൈൻഡ് ആൻഡ് ഗിവിങ് പേഴ്സൺ ആയിരിക്കും. ആൻഡ് അവർക്ക് അത് നിങ്ങളിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടറാണ്. വളരെയധികം അവർ അഡ്മയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ, ഭയങ്കരധികം പ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവരായിട്ട് തന്നെ ഒരു എഫേർട്ട് ഇട്ട് അവരായിട്ട് തന്നെ വരും. അവരായിട്ട് തന്നെ ഒരു എഫേർട്ട് ഇടാൻ അവർ ട്രൈ ചെയ്യുന്നതായിരിക്കും. കുറേയും കൂടെ നിങ്ങളപ്പോൾ ലോജിക്കലി പ്രാക്ടിക്കലി ഇമോഷണലി സംസാരിക്കേണ്ടപ്പോൾ കുറേയും കൂടെ ലോജിക്കലി സംസാരിക്കാൻ ശ്രമിക്കുക, പ്രാക്ടിക്കലി സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നീഡ്സ് എന്താ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുക. ആൻഡ് ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടുപേരും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഡെഫിനറ്റ്ലി പറ്റും. 2-2 കാണുന്നവരായിരിക്കാം. ആൻഡ് അവരായിട്ട് തന്നെ നിങ്ങളെ ഈ ഒരു ഇതിൽ ഫുൾഫിൽ ചെയ്തിരിക്കും. ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈൻലി ഗൈഡഡ്. ഡോണ്ട് വറി. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു എനർജിയിൽ ഫോക്കസ് ചെയ്യാനുള്ളൊരു ഗൈഡൻസ് കൂടെ വരുന്നുണ്ട്. ഡോണ്ട് ഗിവ് അപ്പ് ആൻഡ് യു ആർ ഡിവൈൻലി ഗൈഡഡ്. ഡെഫിനറ്റ്ലി ഇതിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഔട്ട്കം ഇതിൽ വരുന്നുണ്ട്. ആൻഡ് കുറച്ച് മെസ്സേജസ് നമുക്ക് നോക്കാം. മെസ്സേജസ് ഫ്രം ദെയർ പേഴ്സൺ, ദ കറൻറ്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് പൈൽ നമ്പർ 2. Current thoughts and feelings of pile number 2. Current thoughts and feelings of